തിരുവനന്തപുരം പാലോട് NSS ഹൈസ്കൂളിൽ കൊയ്ത്തുത്സവം നടത്തി. കൃഷിയിറക്കിയത് പെരിങ്ങമല നോർത്ത് പാടശേഖരത്തിലെ 75 സെന്റിൽ. PTA പ്രസിഡന്റ് പ്രശാന്ത്, വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷകർത്താക്കൾ എന്നിവർ പങ്കെടുത്തു. ആലപ്പുഴ കൈനടി ഈരയിൽ പെൺസുഹൃത്തിനൊപ്പം ഷാപ്പിലെത്തി മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ പോലീസുകാരൻ അറസ്റ്റിൽ. അറസ്റ്റിലായത് കോട്ടയം ക്രൈംബ്രാഞ്ചിലെ ഡ്രൈവറും സിവിൽ ഓഫീസറുമായ ദീപക്. അന്താരാഷ്ട്ര തീര ശുചീകരണ ദിനത്തിന്റെ ഭാഗമായി മലപ്പുറം പൊന്നാനി കടൽ തീരം ശുചീകരിച്ചു. ശുചീകരണം വിവിധ വിദ്യാലയങ്ങളിലെ NSS യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ. പരിപാടി പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് സാറ്റുപുറം ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വളാഞ്ചേരിയിൽ ഡോക്ടേഴ്സ് ക്ലബ് കോംപ്ലക്സിന് തുടക്കമായി. ഡോക്ടർ അദീല അബ്ദുള്ള IAS ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പ്രവർത്തനക്ഷമമായത് ഡെന്റൽ ഡോക്ടർമാരുടെ കൂട്ടായ്മയ്ക്കായി നിർമ്മിച്ച കെട്ടിടം. തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് കാർ വൈദ്യുതി തൂണിലിടിച്ച അപകടം. അപകടത്തിൽപ്പെട്ടത് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ അച്ഛനും മകളും സഞ്ചരിച്ചിരുന്ന കാർ. എയർബാഗ് പ്രവർത്തിച്ചതിനാൽ ആർക്കും പരിക്കില്ല. വൈദ്യുതി തൂൺ തകർന്ന വൈദ്യുതി വിതരണം താറുമാറായി. തൃശൂർ കണ്ണംകുളങ്ങര സെന്ററിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചു. കത്തി നശിച്ചത് ലിജോ എന്നയാളുടെ ഓട്ടോറിക്ഷ. അഗ്നിരക്ഷാസേന തീയണച്ചു. തൃശൂർ ചാവക്കാട് കോട്ടപ്പുറത്ത് CPIM കോൺഗ്രസ് സംഘർഷം. നഗരസഭാ കൗൺസിലർ അടക്കം 5 പേർക്ക് പരിക്ക്. സംഘർഷത്തിന് കാരണം കോട്ടപ്പുറം സെന്ററിൽ ദേശീയപാത സർവീസ് റോഡിൽ മാർഗതടസ്സം സൃഷ്ടിച്ചവരോട് മാറി നിൽക്കുവാനാവശ്യപ്പെട്ടത്. ന്യൂസിലാൻഡിലേക്ക് അനധികൃത നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടെന്നും ഉദ്യോഗാർത്ഥികൾ ജാഗ്രത പാലിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം. ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ നിന്നുള്ള നഴ്സിംഗ് പ്രൊഫഷണലുകൾ വിസിറ്റിംഗ് വിസയിൽ അനധികൃതമായി ന്യൂസിലാൻഡിലെത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന്. തമിഴ്നാട്ടിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഗുണ്ടാ നേതാവ് സി രാജ കൊല്ലപ്പെട്ടു. ആന്ധ്രയിൽ നിന്നും അറസ്റ്റ് ചെയ്ത പ്രതി കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചെന്നും തുടർന്ന് വെടിയുതിർത്തെന്നും പോലീസ് ഭാഷ്യം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ നിന്നും മുംബൈയിലേക്ക് പോകുകയായിരുന്ന ഗരീബ് രഥ് എക്സ്പ്രസിൽ പാമ്പിനെ കണ്ടെത്തി. ട്രെയിനിലെ ബർത്തിലായിരുന്നു പാമ്പ്. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. നിർമ്മാണം പൂർത്തിയായ തൃശൂർ കൊരട്ടി പടിഞ്ഞാറേയങ്ങാടി റോഡിന്റെ ഉദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. ഇരുവശങ്ങളിലും ടൈൽ വിരിച്ച് നടപ്പാതയും ഡ്രൈനേജ് സൗകര്യവും ഒരുക്കി. തൃശൂർ അകമല റെയിൽവേ മേൽപ്പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ ടോറസ് ലോറിക്ക് പുറകിലിടിച്ച അപകടം. അപകടത്തിൽപ്പെട്ടത് മുള്ളൂർക്കര സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനം. കുപ്രസിദ്ധ ഗുണ്ട ഷാനവാസ് അറസ്റ്റിൽ. തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസിനെ ആക്രമിച്ചു എന്ന കേസിലാണ് അറസ്റ്റ്. കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിച്ച് പോലീസ് വാഹനം കേടുവരുത്തിയെന്നും പോലീസ്. PDP ആക്ട് പ്രകാരം കേസെടുത്ത പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊല്ലം പോരുവഴി വള്ളിത്തുണ്ട് ബുസ്താനുൽ ഉലൂം മദ്രസ ഉത്സവം നടത്തി. കലാമത്സരങ്ങളിൽ സമ്മാനം നേടിയ കുട്ടികളെ പൊതുസമ്മേളനത്തിൽ അനുമോദിച്ചു. തൃശൂർ ലൂർദ് മെത്രോപൊളിറ്റൻ കത്തീഡ്രലിന്റെയും IMAയുടെയും ആഭിമുഖ്യത്തിൽ സൗജന്യ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. IMA പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. 13 ഡോക്ടർമാർ ക്യാമ്പിൽ രോഗനിർണയം നടത്തി. വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സന്ദേശം നൽകി.